ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ പോണത് കല്ലണ അണക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ കല്ലണ അണക്കെട്ട് എന്ന് പറയണത് നമുക്ക് ട്രിച്ചിയിൽ നിന്ന് ഒരു 15 കിലോമീറ്ററോളം ഉണ്ട്. ട്രിച്ചിയിലാണ് കേട്ടോ അത് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ ട്രിച്ചിയിൽ കാവേരി നദിക്ക് കുറുകെയാണ് കേട്ടോ കല്ലണ അണക്കെട്ടുള്ളത്. ഇപ്പോൾ ഇതിന് ഗ്രാൻഡ് അണക്കെട്ടെന്നും പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു 15 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ദൂരം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. Turn right onto National Highway 38. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഈ ഗ്രാൻഡ് അണക്കെട്ടിന് കുറച്ച് പ്രത്യേകതയൊക്കെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അണക്കെട്ടാട്ടോ. അതുപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ ഇന്ന് ഉപയോഗത്തിലിരിക്കണ ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ജലസേചന പദ്ധതി കൂടിയാണ് കേട്ടോ ഗ്രാൻഡ് അണക്കെട്ട്. Turn left toward Kallanai Road, New Hampshire 45 North down Kallanai Road. റോഡൊക്കെ വിജനമാണ്. വരുന്നോണ്ടാണോ എന്നറിയില്ല. പിന്നെ കല്ലണ അണക്കെട്ടിലേക്ക് പോകുമ്പോഴേ നമുക്ക് റോഡൊക്കെ നല്ല വീതിയുള്ള റോഡാട്ടോ. അതുപോലെ വേറെ അങ്ങനെ റോഡിൽ ഒരുപാട് വാഹനങ്ങളോ അങ്ങനെയൊന്നുമില്ല. അതുപോലെ നല്ല കൃഷിസ്ഥലങ്ങളാട്ടോ കാണാം. റോഡിൻ്റെ ഇരുവശവും നല്ല കൃഷിസ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ അണക്കെട്ട് കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ അണക്കെട്ട് പണിതിരിക്കുന്നത് AD 1-ാം നൂറ്റാണ്ടിലെ കരികാല ചോളനാണ് കേട്ടോ. അതായത് പണ്ട് ഇവിടെ തമിഴ്നാട് ഭരിച്ചിരുന്നത് ചോള രാജവംശമാണല്ലോ. അപ്പോൾ ആ സമയത്തെ പ്രഗത്ഭനായൊരു രാജാവാണ് കരികാല ചോളൻ. അദ്ദേഹം പണിത അണക്കെട്ടാണ് കേട്ടോ ഈ കല്ലണ അണക്കെട്ട്. പിന്നീട് 19-ാം നൂറ്റാണ്ടിലെ ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ ആർത്തർ തോമസ് കോട്ടൺ അദ്ദേഹത്തിനെ ഒന്നും കൂടി നവീകരിച്ചു, കുറച്ചും കൂടി പുനരുദ്ധരിച്ചു. എന്നിട്ട് ഇതിൻ്റെ പേര് ഗ്രാൻഡ് അണക്കെട്ട് എന്നാക്കി കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇത് ഗ്രാൻഡ് അണക്കെട്ട് എന്ന് ഇപ്പോൾ പേര് വന്നത്. പക്ഷെ രണ്ട് പേരിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗ്രാൻഡ് അണക്കെട്ട് കല്ലണൈ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ചൂളകളാണ് അത്. കണ്ടോ, ഹെലികോപ്റ്റർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് വരുന്നതിന് നിരീക്ഷിക്കുകയാണ്.
നമ്മളപ്പോൾ ഇങ്ങനെ പോകുമ്പോഴേ നമ്മുടെ റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല കൃഷി സ്ഥലങ്ങളാട്ടോ കാണുന്നത്. അതായത് വാഴക്കൃഷി, നെൽകൃഷി, കുറച്ച് ഭാഗം ചോളം, അങ്ങനെയൊക്കെ. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇഷ്ടിക നിർമ്മാണവും കാണാനുണ്ട് കേട്ടോ. അതുപോലെ ആടുമാടുകളുണ്ട്, നല്ല പശു, ആട്, അങ്ങനെ അതും കുറേ കാണാനുണ്ട്. പിന്നെ ഇത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതുപോലെ ഇത് കാവേരിയുടെ ഒരു ഡെൽറ്റ മേഖലയാണല്ലോ, കാവേരി നദിയുടെ ഡെൽറ്റ മേഖലയാണല്ലോ, നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണുമാണ്. പിന്നെ പണ്ട് തമിഴ്നാട്ടിലെ ഇവർക്ക് ഈ അണക്കെട്ടൊക്കെ വരാനായിട്ട് മുന്നേ കാവേരിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഇവരുടെ ഈ കൃഷിസ്ഥലമൊക്കെ നശിച്ചു പോകും. അപ്പോൾ അതിന് പരിഹാരമായിട്ട് എന്ത് ചെയ്യാം എന്നവരാലോചിച്ച് ഈ നദിക്ക് കുറുകെ കുറേ പാറകളൊക്കെ കൊണ്ടുപോയി ഇട്ടു. അപ്പോൾ വെള്ളം തടഞ്ഞു നിർത്താൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ പാറകളൊക്കെ പിന്നെയും വെള്ളം വന്നപ്പോൾ പാറയൊക്കെ ഒലിച്ചു പോയി. അപ്പോൾ ഇവർ പിന്നെ പാറ ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് കുറേ അടുക്കടുക്കായി ഇട്ട് അതിൻ്റെ മീതെ ഒരു തരം കളിമണ്ണ് അതുമ്മേ തേച്ച് പിടിപ്പിച്ചു. അപ്പോൾ അത് വെള്ളത്തിൽ ഒലിച്ചു പോകാത്ത ടൈപ്പ് കളിമണ്ണായിരുന്നു അത്ര അത്. അപ്പോൾ അതങ്ങനെ നിന്നു. അങ്ങനെയാണ് ഈ അണക്കെട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പാറയും ഈ കളിമണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഇവർ അണക്കെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ അണക്കെട്ട് ഇത് ഇപ്പോഴൊന്നുമല്ല കേട്ടോ, AD 1-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രം ഇത്രയൊക്കെ പുരോഗമിക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് ഇത്രയും വൈദഗ്ധ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കണ്ടു കേട്ടോ. നമ്മളെ റോഡിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ 1-2 പനകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പനകളിൽ ഇങ്ങനെ നിറയെ കിളിക്കൂട്, ഒരെണ്ണമൊന്നും അല്ല കേട്ടോ, ഒരുപാട് കിളിക്കൂടും, അതിൽ നിറച്ച് കിളികളും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പച്ച കിളിയാണ് കേട്ടോ, എന്നാൽ തത്തയല്ല, പക്ഷെ പച്ച നിറത്തിലുള്ള ചെറിയ കിളികളാണ്. അപ്പോൾ അതിൻ്റെ നല്ല ശബ്ദവും, അതുപോലെ അതിൻ്റെ താഴെയാണെങ്കിൽ നല്ല കൃഷി സ്ഥലമാണല്ലോ, നല്ല നെല്ലും അതിൻ്റെ അപ്പുറത്ത് വാഴയും ഒക്കെ ഉണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ വണ്ടി നിർത്തി കുറച്ച് നേരമൊക്കെ ആസ്വദിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടരാം കേട്ടോ. കിളിക്കൂട്, കിളിക്കൂട് എന്ന് പറഞ്ഞൊരു സാധനം തിന്നാല്ലേ? അതെ, അത് ശരിക്കുള്ള കിളിക്കൂട്. ഇത് വേണ്ട. Take the next left onto NH45 North Bank Kallanai Road. മലയാളത്തിൽ എഴുതിയിട്ടുണ്ടല്ലേ? NH45 North Bank Kallanai Road for 1 kilometer. കല്ലണ ഡാം എത്തിയിട്ടോ. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ സൈഡിൽ കൂടെയാണ് വണ്ടി തിരിച്ച് വിടുന്നത്, പക്ഷേ അപ്പുറത്തെ റോഡിൽ ആൾക്കാർ നിൽക്കണ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ കല്ലണ ഡാം ഉണ്ടല്ലോ, അത് കാവേരി നദിക്ക് കുറുകെയെന്ന് പറഞ്ഞല്ലോ. പക്ഷെ കാവേരി നദിക്ക് കുറുകെ വന്നിട്ട് ഇത് കാവേരീനെ അങ്ങനെ കൊല്ലിടം, കാവേരി, വെണ്ണാറ്, അങ്ങനെ പല പല നദികളായിട്ട് അതിന് വിഭജിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു 3 സൈഡായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. അതുപോലെ ഈ ഡാം ഒരു വളഞ്ഞ ഷേപ്പിലാട്ടോ കാണുന്നത്.
അപ്പോൾ ഇവിടെ വണ്ടി നിർത്തി നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെയല്ല അതിൻ്റെ എൻട്രൻസ്, കുറച്ചും കൂടി മുന്നോട്ട് പോകണമെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് വണ്ടി എടുത്തു. അങ്ങനെ കുറച്ചും കൂടി പോയപ്പോഴാണ് ശരിക്കും നമുക്ക് ഡാമിലേക്കുള്ള എൻട്രൻസ് കണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എത്താറായപ്പോൾ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ 2 സൈഡിലും വീടുകളൊക്കെ കാണാനുണ്ട് കേട്ടോ. ഇങ്ങനെ കടക്കാരി അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി, ഡാമിൻ്റെ അവിടെ എത്തി, വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ നമുക്ക് ഇവിടെ കരികാല ചോളൻ്റെ, അതായത് ഈ ഡാം പണിത അന്നത്തെ രാജാവാണല്ലോ കരികാല ചോളൻ. അപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഒരു സ്മൃതി മണ്ഡപം സ്ഥാപിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഞങ്ങളിനി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അതിനുള്ളിലത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ സ്മൃതി മണ്ഡപത്തിൽ നമ്മളങ്ങോട്ട് ഉള്ളിലേക്ക് കടന്നപ്പോൾ ഇവിടെ ഒരു വെങ്കല പ്രതിമയുണ്ട് കേട്ടോ. ഒരു ആനപ്പുറത്ത് ഇരിക്കുന്ന കരികാല ചോളൻ്റെ ഒരു വെങ്കല പ്രതിമ, നമ്മുടെ പഴയ വീരപുരുഷൻ്റെ വെങ്കല പ്രതിമയാണ്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോയും ഒക്കെ പിടിച്ചു, സെൽഫിയൊക്കെ എടുത്തു. പിന്നെ ഇവിടെ ഇങ്ങനെ തകിടിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് തമിഴിൽ, അതുപോലെ കുറേ ഫോട്ടോസും വെച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പിന്നെ അവരുടെ അന്നത്തെ സാമ്രാജ്യങ്ങളും, അതായത് ചോളന്മാർ ഏത് ഭാഗം വരെ, തമിഴ്നാടിൻ്റെ ഏത് ഭാഗം വരെ അവർ ഭരിച്ചിരുന്നു, അങ്ങനെയുള്ള പിക്ചേഴ്സും അതുപോലെ അവരുടെ എന്തൊക്കെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്, അങ്ങനത്തെ കുറേ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സ്മൃതി മണ്ഡപത്തിൽ കയറിയിട്ട് ആ ജനലിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ഈ ഡാം കാണാൻ പറ്റും കേട്ടോ. അടുത്ത് തന്നെയാണ് കേട്ടോ, അതായത് കാവേരി നദിയുടെ ഇടത് കരയിലാണ് കേട്ടോ ഈ സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്നോ ഈ സൈഡിൽ നിന്നോ ഈ ഇതൊക്കെ ഡാമിനൊക്കെ കണ്ടോ, തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് ഡാമിൻ്റെ മുകളിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. ഡാമിലേക്കുള്ള ഒരു സൈഡ്, വേറൊരു സൈഡ് കേട്ടോ. ഗ്രാൻഡ് അണക്കെട്ടാണത്. ഇതിൻ്റെ 2 സൈഡ് ഇതുപോലെയാണ്. നമ്മൾ നേരത്തെ മറ്റേ സൈഡാണ് വരുന്നത്.
ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കുക, ഊഞ്ഞാലാട, അങ്ങനത്തെ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട്. അതുപോലെ അതിൻ്റെ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഈ അണക്കെട്ടിലേക്ക് ഇറങ്ങാം കേട്ടോ. ഈ ഡാമിന് കണ്ടോ അവിടെ താഴോട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി ശരിക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഷട്ടറൊക്കെ തുറന്നിട്ടുണ്ട്, വെള്ളമൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ആൾക്കാരവിടെ കുളിക്കുന്നതൊക്കെ കാണാനുണ്ട് കേട്ടോ. തുറന്നിട്ടുണ്ട്. അതോ അത് വരെ ഇറങ്ങണോക്ക്. வண்டி டிபார்ட்டாங்க, வண்டியை மூவ் பண்ணுங்க. 12:33 78 81 இந்த வண்டியெல்லாம் மூவ் பண்ணுங்க. இந்த வண்டியை டிபார்ட்டாங்க, வண்டி எடுங்க. வண்டியை பார்க்கிங்கில் கொண்டு போய் டிபார்ட்டுங்க. പിന്നെ നമ്മൾ ഡാമിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഒരു സൈഡിൽ മുഴുവൻ വാട്ടർ ഗേജുകളാട്ടോ. അതായത് ഡാമിൽ വെള്ളം കൂടുമ്പോഴും വെള്ളം കുറയുമ്പോഴും ഒക്കെ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് മനസ്സിലാക്കാൻ കണ്ടോ. അതിങ്ങനെ ഒരു സൈഡ് ഫുള്ള് വാട്ടർ ഗേജുകളാട്ടോ. ഇവിടെ ഇങ്ങനെ പാർക്കിംഗ് നല്ല കുട്ടികൾക്കുള്ള ചെറിയ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ ഞങ്ങൾ നടന്ന് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ തിരിച്ച് മടങ്ങി പോകാൻ നോക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ വേറെ വിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്കും കൂടി ഒന്ന് പോയിട്ട് കാണണം. അപ്പോൾ ഇവിടെ കണ്ടോ കുട്ടികളുടെ പാർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു റൈറ്റ് സൈഡിൽ കുട്ടികളുടെ പാർക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും കാണാനുണ്ട്, ഒരു ആനപ്പുറത്ത് കരികാലച്ചോളം നിൽക്കുന്ന ഒരു പ്രതിമേനെയും കാണാനുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ സൈഡ് ഉണ്ടല്ലോ, ഇങ്ങോട്ടൊരു റോഡ് പോകുന്നുണ്ട്. ഇവിടെ പക്ഷെ നമുക്ക് കാറൊന്നും കടത്തണില്ല, സ്കൂട്ടർ, ബൈക്ക് അതൊക്കെ തന്നെയാണ് പോകണം. അപ്പം ഞങ്ങൾ അവിടെയും ഒന്ന് കയറി അവിടെയും കാഴ്ചകളൊക്കെ കണ്ടു. പോവാ വേണ്ട പോവാ. അപ്പോൾ ഞങ്ങൾ കല്ലണ അണക്കെട്ട് കണ്ടു. ഇനി ഞങ്ങൾ മടങ്ങാട്ടോ. അപ്പോൾ ഞാൻ ഈ അണക്കെട്ടിനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കാവേരിയിലാണ് അണക്കെട്ട്. അപ്പോൾ കാവേരി നദീനെ ഇത് ഒരു 3-4 അരുവികളായിട്ട് വേറെ തിരിച്ചു വിടുന്നുണ്ട്. കൊല്ലിടം, അതുപോലെ വെണ്ണാർ, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇനിയും വേറെ കൊച്ചു കൊച്ചു അരുവികളായിട്ട് ഇത് തിരിച്ചു വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേറെയും ഒരു ചെറിയൊരു ഡാമും കൂടി കാണാൻ പറ്റി. അത് കാവേരി റിവർ തന്നെയാണ് പറഞ്ഞത്. അധികം ദൂരമില്ല, ഇതിൻ്റെ ഒരു അടുത്ത് തന്നെയായിട്ട്. നമ്മൾ കുറച്ച് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പോണത് കാവേരി റിവറാണ് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. പക്ഷേ അത് വേറൊരു ചെറിയൊരു ഡാം. അവിടെ തന്നെ നിൽക്കാനാ പറഞ്ഞത്. കാവേരിയാണ്. അപ്പോൾ കാവേരി തന്നെ പല പല കൈവഴികളായിട്ട് ഇവിടെ തിരിച്ചു വിടുന്നുണ്ട്. അപ്പോൾ
അങ്ങനെ ഈ കൈവഴികൾക്കൊക്കെ വേറെ വേറെ പേരുകളാട്ടോ. അപ്പോൾ ഇത് മെയിൻ ജലസേചന പദ്ധതിക്കായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഡാമാണല്ലോ. അപ്പോൾ ഇത് ഫുള്ളും ഇവർ കൃഷിക്കായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഗുണം ട്രിച്ചിക്കും അതുപോലെ തഞ്ചാവൂരിനാട്ടോ. നല്ല കൃഷി സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ അവിടെ ഈ ഗ്രാൻഡ് അണക്കെട്ടിൻ്റെ അവിടെ നിന്ന് തന്നെ വരുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തഞ്ചാവൂർക്ക് 45 കിലോമീറ്ററിന്. അപ്പോൾ ഞങ്ങൾ അത് കാരണമാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഗ്രാമത്തിൽ കൂടെ ഈ വഴിക്ക് തഞ്ചാവൂർക്ക് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ തെക്കേന്ത്യയിലെ നെല്ലറിയാണല്ലോ തഞ്ചാവൂര്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ പോകുന്ന വഴിയിൽ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിറച്ചും നെൽകൃഷിയാണ് കേട്ടോ കാണുന്നത്. അതുപോലെ വൈക്കോല് ഇതെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളോട് കൂടെ യാത്ര ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.